മനുഷ്യൻ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും വീണ്ടും അങ്ങനെ തന്നെയാകാനുമൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നത് തൻ്റെ ആ കുഞ്ഞും നാളിലേക്ക് മടങ്ങിപ്പോകുവാനായിരിക്കും. തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, തൻ്റെ സഹപാഠികൾ, തൻ്റെ അധ്യാപകർ, താൻ പഠിച്ചിരുന്ന സ്കൂൾ, അവിടെ എല്ലാവിധ അന്തരീക്ഷങ്ങളും ആ സൗഹൃദങ്ങളും കൂട്ടുകൂടലും അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് തങ്ങളുടെ ആ വിദ്യാഭ്യാസ കാലഘട്ടം നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് പലരും പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പേരിൽ എല്ലായിടങ്ങളിലും ഇപ്പോൾ ഒത്തുകൂടുന്നത്. തൻ്റെ പഴയകാല സുഹൃത്തുക്കളെ വീണ്ടും കാണുവാനുള്ള ഒരു അവസരം, പഴയ ഓർമ്മകൾ പുതുക്കുവാനുള്ള അവസരം, പഴയ അനുഭവങ്ങൾ പങ്കുവെക്കുവാനുള്ളൊരു അവസരം. ഇങ്ങനെയുള്ള ഒത്തുചേരൽ ഈ പൃഥ്വിരാജും കാവ്യാമാധവനും ഒക്കെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് കൂടുതൽ ഇങ്ങനെ വ്യാപകമായതെങ്കിലും നേരത്തെ തന്നെ ഈ പലയിടത്തും പലരും ഈ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. എന്നാൽ ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അവരുടെ സംഘടനയുമൊക്കെ നിരവധി കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അത് സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പഠനോപകരണ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ നൽകുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം പഴയ സഹപാഠികൾ ഒത്തുകൂടുമ്പോൾ പലരും വ്യത്യസ്ത മേഖലകളിൽ ഇങ്ങനെ വ്യാപൃതരായവരായിട്ടായിരിക്കും കാണുക. സാമ്പത്തികമായും ജോലി സംബന്ധമായും ഒക്കെ ചിലർ അഭിവൃദ്ധിപ്പെട്ടപ്പോൾ മറ്റു ചിലർ അവർ പഠിക്കുന്ന സമയത്ത് വളരെ മിടുക്കരായിരിക്കാം, പക്ഷേ സമീപഭാവിയിൽ ജീവിത പരാജയം ഏറ്റുവാങ്ങിയവരുമുണ്ടാകും. പല കൂട്ടായ്മകളും തൻ്റെ പഴയ സഹപാഠിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ചികിത്സാ സഹായങ്ങളൊക്കെയോ നൽകുന്ന കൂട്ടായ്മകളും ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരിൽ ഇപ്പോഴും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തതോടുകൂടി കുടുംബജീവിതം തകർന്നുപോയ നിരവധി പേരുമുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരിയിൽ നടന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ പങ്കെടുത്ത ഒരു 53 വയസ്സുള്ളൊരു യുവതി തൻ്റെ കൂടെ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പഴയ ഒരു സഹപാഠിയോടൊപ്പം ഒളിച്ചുപോയത്. ബേഡകം സ്വദേശിനിയായ ഈ യുവതി പണ്ട് തലശ്ശേരിയിലുള്ള തൻ്റെ അമ്മ വീട്ടിലായിരുന്നു അത്രേ അവർ പഠിച്ചത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ സ്ത്രീയായ ഇവര് പിന്നീട് നല്ല കുടുംബത്തിലെ ഒരാളുമായി വിവാഹം കഴിക്കുകയും 2 കുട്ടികളുടെയൊക്കെ അമ്മയായി ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഇങ്ങനെ തൻ്റെ പഴയ സഹപാഠികളൊക്കെ ചേർന്ന് പഴയ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നുണ്ടോ എന്ന പേരിൽ ഇവരെ പലരും ഇങ്ങനെ വിളിക്കുവാൻ തുടങ്ങിയത്. ആദ്യം യുവതിയുടെ ഭർത്താവിന് ഈ ഒത്തുചേരലിൽ, അതും ഇത്രയും ദൂരത്ത് നടക്കുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ വലിയ താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ കൂടെ പഠിച്ച മറ്റു പലരും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നിരന്തരം അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടാണ് ആ യുവതി തലശ്ശേരിയിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും തന്നെ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറുകയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവാനൊക്കെ തുടങ്ങി. അതിൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് തൻ്റെ കുടുംബമായി തന്നെ ജീവിക്കുന്ന പഴയൊരു കൂട്ടുകാരനുമായി കൂടുതൽ സൗഹൃദമാകുകയും ആ യുവതി അത് പിന്നീട് പ്രണയമാകുകയും അവസാനം 2 പേരും കൂടി ഒളിച്ചോടുവാനും തീരുമാനിച്ച് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഒടുവിൽ ഫോൺ ലൊക്കേഷൻ ഇങ്ങനെ വയനാട്ടിലാണ് ഇത് ഉള്ളതെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ രഹസ്യമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. വനിതാ പോലീസുകാരും SIയും അടക്കമുള്ളവരൊക്കെ ആവുന്നത്ര ആ യുവതിയോട് ഇങ്ങനെ പറഞ്ഞിട്ടും കൂടെ പറഞ്ഞിട്ടും കോടതിയിൽ വെച്ച് തൻ്റെ കുടുംബം ഉപേക്ഷിച്ച് ആ പഴയ സഹപാഠിയുമായി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ഥലം വിടുകയായിരുന്നു. ഇത് കേരളത്തിൽ ആദ്യത്തെ ഒരു അനുഭവമൊന്നുമല്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തതിന് ശേഷം നിരവധി അനുഭവ സാക്ഷ്യങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞുള്ള കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളും അനുഭവങ്ങളും കഷ്ടതകളുമൊക്കെ തൻ്റെ പഴയ സഹപാഠികളോട് ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ അവർക്ക് സാന്ത്വനമാകുന്ന പഴയ കൂട്ടുകാരുണ്ടാകും. പക്ഷേ അതിനോടൊപ്പം തന്നെ അത്തരം സാഹചര്യങ്ങളെ ഇങ്ങനെ മുതലെടുത്തുകൊണ്ട് സ്ത്രീയാണെങ്കിൽ അവരെ സാമ്പത്തികമായും ലൈംഗികമായും ഒക്കെ ചൂഷണം ചെയ്യുന്ന വിരുദ്ധന്മാരും ഉണ്ടാകാം. പക്ഷേ എല്ലാം കൈവിട്ടു പോയതിനു ശേഷം ആയിരിക്കും തന്നെ സഹായിക്കാനെന്ന പേരിൽ ഇങ്ങനെ അടുത്തുകൂടിയ തൻ്റെ ആ പഴയ സഹപാഠിയ ഒരു ചതിയനാണെന്നുള്ള തിരിച്ചറിവ് പലർക്കും ഉണ്ടാകുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇനിയും ഇവിടെ നടക്കട്ടെ, പക്ഷേ നെല്ലും പതിരും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സൗഹൃദമാകട്ടെ ഇത്തരം കൂട്ടായ്മകൾ.